ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT മോഡിഫയേഴ്സിലെ മോഡിഫയർ 62 ആൻഡ് 66 ആണ്. സോ ബോത്ത് മോഡിഫയേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ മെയിൻ ഡിഫറൻസസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡിഫയർ 62 ടു സർജൻ എന്നാണ് വരുന്നത്. That is, when two surgeons work together as primary surgeon performing distinct part of a procedure, each surgeon should report the co-surgery once using the same procedure code and report his or her distinct operative work by adding modifier 62 and any associated add-on codes for the procedure. Modifier 62 ടു സർജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊസീജിയറിൽ രണ്ട് സർജൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ബോത്ത് ഓഫ് ദെം വിൽ ബി ആക്ടിങ് ആസ് എ പ്രൈമറി സർജൻ തന്നെയായിരിക്കും. അതായത് ഒരു പ്രൊസീജിയറിൻ്റെ തന്നെ രണ്ട് പാർട്ടുണ്ടാവും. ബോത്ത് പാർട്ടും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരിക്കും ആൻഡ് അത് ചെയ്യുന്നത് ടു സർജൻസ് ആയിരിക്കും. അപ്പോൾ രണ്ട് പേർക്കും ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോളായിരിക്കും ആ ഒരു പ്രൊസീജിയറിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു സർജറിയിൽ സർജൻസ് ആയിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. ഒരു മെയിൻ സർജൻ, ഒരു അസിസ്റ്റൻറ്റ് സർജൻ അങ്ങനെയല്ല. ബോത്ത് ഓഫ് ദെം രണ്ട് പേരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മെയിൻ പ്രൊസീജിയർ, മെയിൻ പാർട്സ് ഓഫ് ദ പ്രൊസീജിയർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ രണ്ടുപേർക്കും ഈ ഒരു പ്രൊസീജിയറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് കൊടുക്കുക. അതിൻ്റെ കൂടെ മോഡിഫയർ 62 കൂടി അപ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് മോഡിഫയർ 62 അവിടെ കൊടുക്കുന്നത്? ചില പ്രൊസീജിയേഴ്സിന് ഒരു സർജൻ മാത്രം വർക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ രണ്ട് പേരിൽ നിന്ന് ഒരുപോലെ ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ, പാർട്ട് ഓഫ് ദ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ കോഡ് രണ്ട് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ബില്ലിങ്ങിൽ കൺഫ്യൂഷൻ വരും. ഇതിൽ ഏത് ചെയ്തു, ആർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും. അതിന് പകരം മോഡിഫയർ 62 ആ ഒരു പ്രൊസീജിയർ കോഡിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രണ്ട് സർജൻ ഉണ്ട്, രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ് ചെയ്തത്. സോ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള, അതായത് അവർ ചെയ്തിട്ടുള്ള പ്രൊസീജിയറിനുള്ള പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദെയർ ആർ പ്രൊസീജിയേഴ്സ് വെയർ നോർമലി തന്നെ അവിടെ രണ്ട് സർജൻ ആക്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെയും നമ്മൾ മോഡിഫയർ 62 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, വെൻ ടു യൂസ് മോഡിഫയർ 62 നോക്കുകയാണെങ്കിൽ വെൻ ടു സർജൻസ് യൂഷ്വലി വിത്ത് ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് വർക്ക് ടുഗെദർ ആസ് പ്രൈമറി സർജൻസ്. അപ്പോൾ രണ്ട് സർജൻസ് പ്രൈമറി സർജൻസ് ആയിട്ട് വർക്ക് ടുഗെദർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ 62 കൊടുക്കുക. ഈച്ച് സർജൻ പെർഫോംസ് ഡിസ്റ്റിങ്ക്റ്റ് പോർഷൻസ് ഓഫ് ദ സെയിം പ്രൊസീജിയർ. അതായത് ഈച്ച് സർജനും സെയിം പ്രൊസീജിയറിൻ്റെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർഷൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് 62 യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ദ പ്രൊസീജിയർ ഇസ് സോ കോംപ്ലെക്സ് ഓർ എക്സ്റ്റെൻസീവ് ദാറ്റ് ഇറ്റ് റിക്വയേഴ്സ് ദ സ്കിൽസ് ഓഫ് ടു സർജൻസ്. ആ ഒരു പ്രൊസീജിയർ അത്ര കോംപ്ലെക്സോ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവോ ആയിരിക്കും ദാറ്റ് റിക്വയേഴ്സ്, അതായത് രണ്ട് സർജൻസിൻ്റെ സ്കിൽ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് 62 കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ബോത്ത് സർജൻസ് ഡിക്റ്റേറ്റ് ഓപ്പറേറ്റീവ് നോട്ട്സ് ഡിസ്ക്രൈബിംഗ് ദർ ഇൻഡിവിജ്വൽ വർക്ക്. രണ്ടുപേർക്കും അവരുടേതായ ചെയ്തിട്ടുള്ള വർക്കിനുള്ള ഒരു ഓപ്പറേറ്റീവ് നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വൺ, ഈച്ച് സർജൻ റിപ്പോർട്ട്സ് സെയിം CPT കോഡ് വിത്ത് മോഡിഫയർ 62. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് രണ്ടുപേർക്കും 62 മോഡിഫയർ കൊടുത്ത് സെയിം പ്രൊസീജിയർ കോഡ് കൊടുക്കാൻ പറ്റുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ന്യൂറോ സർജൻ ആൻഡ് ENT സർജൻ പെർഫോമിങ് എ ക്രേനിയോഫേഷ്യൽ റിസെക്ഷൻ ടുഗെദർ ഈച്ച് ബിൽസ് ദ സെയിം CPT വിത്ത് 62. അപ്പോൾ ഒരു ന്യൂറോ സർജനും ഒരു ENT സർജനും ക്രേനിയോഫേഷ്യൽ റിസെക്ഷൻ ഒരുമിച്ച് ടുഗെദർ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ രണ്ട് പേർക്കും സെയിം CPT കോഡ് കൊടുക്കുക. അതായത് ക്രേനിയോഫേഷ്യൽ റിസെക്ഷൻ്റെ പ്രൊസീജിയർ കോഡാണ് കൊടുക്കുക. അതിൻ്റെ കൂടെ 62 രണ്ടുപേരും കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഈ ഒരു പ്രൊസീജിയർ രണ്ടുപേര് കൂടിയാണ് ചെയ്തത്. സോ രണ്ടുപേർക്കും ഈക്വൽ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, വെൻ നോട്ട് ടു യൂസ് മോഡിഫയർ 62 ആണ്. ഫസ്റ്റ് വൺ, ഇഫ് വൺ സർജൻ ഈസ് ഓൺലി അസിസ്റ്റിംഗ് യൂസ് മോഡിഫയർ 80, 81, 82 നോട്ട് 62. അതായത് ഒരാൾ മെയിൻ സർജനും മറ്റേ ആൾ അസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ 62 രണ്ടുപേർക്കും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇഫ് സർജൻ പെർഫോംസ് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ദ സെയിം സെഷൻ, അതായത് ഒരേ സർജൻ തന്നെ
സെയിം സെഷനിൽ 2 പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 62 കൊടുക്കാൻ പാടില്ല. 2 സർജൻസ് ഒരേ സമയത്ത് 2 പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് നമ്മൾ 62 രണ്ടുപേർക്കും കൊടുക്കുക. അതല്ല ഒരാൾ മെയിൻ സർജൻ ഒരാൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ മെയിൻ സർജന് ഒരു കോഡുണ്ട്, അസിസ്റ്റൻറ്റ് സർജന് വേറെ കോഡുണ്ട്. ഓക്കെ. Next one, if the procedure is not identified in CPT as eligible for modifier 62, some codes are excluded. നമ്മുടെ ടെക്സ്റ്റിൽ ഓരോ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ 62 കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ചില സിറ്റുവേഷനിൽ നോർമലി ആ പ്രൊസീജിയർ 2 പേര് കൂടിയായിരിക്കും ചെയ്യുന്നത്, 2 സർജൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെയും നമ്മളവിടെ 62 അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 62 മോഡിഫയർ എക്സെംപ്റ്റ് ആയിട്ടുള്ള ചില കോഡുകളും ചില പോർഷൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്പൈനൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് എൻ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ കൂടെ 62 നമ്മൾ കൊടുക്കില്ല. Next one, if the procedure is not truly complex and doesn't justify two primary surgeons. അപ്പോൾ ഒരു അത്ര കോംപ്ലക്സ് പ്രൊസീജിയർ അല്ല, 2 പ്രൈമറി സർജൻസിൻ്റെ ആവശ്യം അവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കാൻ പാടില്ല. Next one, if the second surgeon is only handling closure or minor part. ഒരു closure or repair means a closure part മാത്രം അല്ലെങ്കിൽ ഒരു മൈനർ പാർട്ട് മാത്രമാണ് സെക്കൻഡ് സർജൻ ചെയ്യുന്നുള്ളെങ്കിലും നമ്മളവിടെ 2 സർജൻസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഹയർ പോർഷനും ഒരാൾ ഒരു മൈനർ പാർട്ടുമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ 62 രണ്ടുപേർക്കും കൊടുക്കാൻ പാടില്ല. ഈക്വലി ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ചെയ്താൽ മാത്രമേ 62 കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു ക്വിക്ക് എക്സാം ടിപ്പ് നോക്കുകയാണെങ്കിൽ 2 സർജൻസിന് നമ്മൾ മോഡിഫയർ 62 ആണ് കൊടുക്കുക. ഇനി അസിസ്റ്റൻറ്റ് സർജൻ പറയുകയാണെങ്കിൽ അവിടെ 80, 81, 82 അതൊക്കെയാണ് കൊടുക്കുക. ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുക, 62 കൊടുക്കാൻ പാടില്ല. ബോത്ത് മസ്റ്റ് ഡോക്യുമെൻറ്റ് ദയർ പോർഷൻ ഓഫ് ദ സർജറി. പിന്നെ ചെക്ക് CPT ബുക്ക്, നോട്ട് ഓൾ കോഡ്സ് അലൗ മോഡിഫയർ 62. അപ്പോൾ മോഡിഫയർ 62 എക്സെംപ്റ്റ് ആണോ എന്നുള്ളത് CPT ബുക്കിൽ നോക്കി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. First scenario, a cardiac surgeon and vascular surgeon performs a complex aortic aneurysm repair. Both handle distinct portions of the surgery. So, ഒരു cardiac surgeon vascular surgeon ആണ് ഒരു കോംപ്ലെക്സ് അയോട്ടിക് അന്യൂറിസം റിപ്പയറിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പോർഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഈച്ച് റിപ്പോർട്ട്സ് ദ പ്രൊസീജിയർ കോഡ് വിത്ത് മോഡിഫൈഡ് 62. കാരണം ഇവിടെ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. Scenario 2, a general surgeon performs an exploratory laparotomy and another surgeon only assists with retraction ആണ്. സോ ഇവിടെ എന്താണ് അസിസ്റ്റൻറ്റ് സർജൻ്റെ കോഡ് മോഡിഫയർ 80 ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ആൻഡ് നോട്ട് 62. കാരണം ഇവിടെ ഒരു ജനറൽ സർജൻ ഉണ്ട്, എക്സ്പ്ലോറേറ്ററി ലാപ്പറോട്ടോമി ചെയ്യുന്നു. പിന്നെ വരുന്നത് അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്, അസിസ്റ്റ് വിത്ത് റിട്രാക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അവിടെ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല ചെയ്യുന്നത്. ഒരാളാണ് മെയിൻ പ്രൊസീജിയർ, അതായത് ജനറൽ സർജൻ മെയിൻ ആയിട്ടുള്ളത് ചെയ്യുന്നു, ആ ഒരു അനദർ സർജൻ വരുന്നത് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിനാരിയോ 3, 2 orthopedic surgeons work together on different fractures. One on femur, one on tibia. അപ്പോൾ ഇവിടെ 2 orthopedic surgeons വർക്ക് ടുഗെദർ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ഫ്രാക്ചേഴ്സിലാണ്, അതായത് ഒരാൾ ഫീമറിലും ഒരാൾ ടിബിയ ഫ്രാക്ചറിലുമാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് റിപ്പോർട്ട് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് പ്രൊസീജിയർ നോട്ട് മോഡിഫൈ 62. അതായത് സെയിം സൈറ്റിലല്ല രണ്ടുപേരും, അല്ലെങ്കിൽ സെയിം കാര്യമല്ല, സെയിം പ്രൊസീജിയർ അല്ല രണ്ടുപേരും ചെയ്യുന്നത്, ഫ്രാക്ചർ ആയിട്ടുള്ള സർജറിയാണ് ചെയ്യുന്നത്, ബട്ട് രണ്ടും 2 സ്ഥലത്താണ്. അപ്പോൾ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, സെയിം സെഷനിലാണെങ്കിൽ പോലും. സോ രണ്ടുപേർക്കും അവർ ചെയ്തിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ്. ഇപ്പം ഫസ്റ്റ് വണ്ണിന് ഫ്രാക്ചർ ഓൺ ഫീമർ ആണ്, അപ്പോൾ അതിനുള്ള സർജറിയാണ് ചെയ്യുന്നത്, അതിൻ്റെ കോഡ് കൊടുക്കുക. സെക്കൻഡ് ആൾക്ക് ടിബിയയുടെ ഫ്രാക്ചറിനാണ് പ്രൊസീജിയർ ചെയ്യുന്നത്, സോ അതിനുള്ള കോഡും കൊടുക്കുക. Scenario 4, ENT and neurosurgeon perform skull-based surgery. Each surgeon reports the same CPT code with modified 62. അപ്പോൾ ENT സർജനും ന്യൂറോസർജനും ഒരുമിച്ചാണ് സ്കൾ ബേസ് സർജറി പെർഫോം ചെയ്യുന്നത്. സോ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു സെയിം CPT കോഡ് കൊടുക്കുക, എന്നിട്ട് മോഡിഫയർ 62 കൊടുക്കുക. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ:
Two surgeons from different specialities perform distinct operative parts of a complex esophagectomy. How should this be reported? So, രണ്ട് surgeons ആണ് different specialities എന്നുള്ളവരാണ് ഡിസ്റ്റിങ്ക്റ്റ് ഓപ്പറേറ്റീവ് പാർട്സ് ഓഫ് എ കോംപ്ലക്സ് ഈസോഫാഗക്ടമി. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈസോഫാഗക്ടമി ആണ്. അതൊരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് എന്നുള്ള രണ്ട് സർജൻസ് ആ ഒരു സെയിം പ്രൊസീജിയറിൻ്റെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പാർട്സ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, സർജൻ എ CPT പ്ലസ് മോഡിഫയർ 80, സർജൻ ബി CPT only. ബിയിൽ സർജൻ എ ആൻഡ് ബി CPT പ്ലസ് 62 ഈച്ച് ആണ്. ഓപ്ഷൻ സിയിൽ സർജൻ എ കൊടുക്കേണ്ടത് CPT കോഡ് പ്ലസ് 62, സർജൻ ബി കൊടുക്കേണ്ടത് CPT പ്ലസ് 80 ആണ്. ഓപ്ഷൻ ഡിയിൽ റിപ്പോർട്ട് സെപ്പറേറ്റ്ലി വിത്തൗട്ട് മോഡിഫയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സർജൻ എയും ബിയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് കോംപ്ലക്സ് ഈസോഫാഗക്ടമിയുടെ കോഡ് കൊടുക്കുക, അതിൻ്റെ കൂടെ മോഡിഫയർ 62, രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സർജൻ എ കൊടുക്കേണ്ടത് CPT പ്ലസ് 62 കൊടുക്കുക, അതുപോലെ തന്നെ സർജൻ ബിയും CPT കോഡ് പ്ലസ് ആ ഒരു 62 കൊടുക്കുക. ഓക്കെ, next question, modifier 62 should be used when? Option A, two surgeons perform the same procedure but not at the same time. അപ്പോൾ രണ്ട് സർജൻ സെയിം പ്രൊസീജിയറാണ് പെർഫോം ചെയ്യുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ടൈമാണ്. സെയിം ടൈമിലല്ല എങ്കിൽ നമ്മൾ മോഡിഫയർ 62 കൊടുക്കാൻ പാടില്ല. ഓപ്ഷൻ ബിയിൽ ടു സർജൻസ് പെർഫോം ഡിസ്റ്റിങ്ക്റ്റ് പാർട്ട് ഓഫ് ദ സെയിം പ്രൊസീജിയർ ആസ് പ്രൈമറി സർജൻസ്. സോ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. കാരണം രണ്ട് സർജൻസും സെയിം പ്രൊസീജിയറിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പാർട്സ് ആണ് ചെയ്യുന്നത്. രണ്ടുപേരും പ്രൈമറി സർജൻസ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ബി ഈസ് കറക്റ്റ്. സി നോക്കുക, വൺ സർജൻ പെർഫോംസ് ദ പ്രൊസീജിയർ അനദർ അസിസ്റ്റ്. ഒരാൾ മെയിൻ സർജനും ഒരാൾ അസിസ്റ്റൻറ്റ് സർജനുമാണ്. സോ അതും 62 മോഡിഫയറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓപ്ഷൻ ഡി, എ റെസിഡൻറ്റ് ഹെൽപ്സ് ദ സർജൻ ഇൻ ദ പ്രൊസീജിയർ. സോ ഇവിടെ ഒരാൾ റെസിഡൻ്റ് ആണ്, ഒരാൾ സർജൻ ആണ്. സോ അതും റോങ് ആണ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രൊസീജിയർ ഹാസ് എൻ ആഡ് ഓൺ കോഡ്. ഇപ്പോൾ എക്സാമ്പിൾ 69990 മൈക്രോ സർജിക്കൽ ടെക്നിക്. ഹൗ ഷുഡ് ഇറ്റ് ബി റിപ്പോർട്ടഡ് ഇൻ എ ടു സർജൻ കേസ്? അതായത് ഒരു ആഡ് ഓൺ കോഡ് പ്രൊസീജിയറിന് ഉണ്ടെങ്കിൽ നമ്മൾ, അതായത് ഇപ്പോൾ 69990 എന്നുള്ളൊരു കോഡ് ഉണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ടു സർജൻ്റെ കേസ് വരുമ്പോൾ മോഡിഫയർ 62 അപ്പൻഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ആഡ് ഓൺ കോഡ് ഇസ് റിപ്പോർട്ടഡ് വിത്ത് മോഡിഫയർ 62. ഓപ്ഷൻ ബി, ആഡ് ഓൺ കോഡ് ഇസ് റിപ്പോർട്ടഡ് വിത്തൗട്ട് മോഡിഫയർ 62. ഓപ്ഷൻ സി, ആഡ് ഓൺ കോഡ് ഇസ് നോട്ട് ബില്ലബിൾ. ഓപ്ഷൻ ഡി, ഓൺലി വൺ സർജൻ ക്യാൻ ബിൽ ആഡ് ഓൺ കോഡ് വിത്ത് മോഡിഫയർ 62. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ആഡ് ഓൺ കോഡ് ഇസ് റിപ്പോർട്ടഡ് വിത്തൗട്ട് മോഡിഫയർ 62 ആണ്. അതായത് നമ്മൾ പ്രൈമറി പ്രൊസീജിയർ കോഡിൻ്റെ കൂടെ ആയിരിക്കണം മോഡിഫയർ 62 കൊടുക്കേണ്ടത്. കാരണം അതായിരിക്കും ബോത്ത് സർജൻസും പെർഫോം ചെയ്തിട്ടുള്ള പ്രൊസീജിയർ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ആഡ് ഓൺ കോഡ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ആഡ് ഓൺ കോഡിൻ്റെ കൂടെ നമ്മൾ മോഡിഫയർ 62 അപ്പൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് ആഡ് ഓൺ കോഡിൻ്റെ കൂടെ 62 അപ്പൻഡ് ചെയ്യാനാണ്. അത് റോങ് ആണ്. പക്ഷെ നമുക്ക് ആഡ് ഓൺ കോഡിൻ്റെ കൂടെ 62 കൊടുക്കാൻ പാടില്ല. പക്ഷെ പ്രൈമറി പ്രൊസീജിയറിൻ്റെ കൂടെ 62 കൊടുക്കാനും പറ്റും. ഓക്കെ, ഇപ്പം മൈക്രോ സർജിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ഓൺ കോഡ് 69990 കൊടുക്കാം. ഓക്കെ, അതുപോലെ ഓപ്ഷൻ ഡി സിയിൽ പറയുന്നത് ഇസ് നോട്ട് ബില്ലബിൾ എന്നാണ്. ആഡ് ഓൺ കോഡ് ബില്ലബിൾ ആണ്, അതുകൊണ്ടാണത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു കോഡിൽ അത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ചില കോഡ്സിൻ്റെ കൂടെ, അതായത് ചില പ്രൊസീജിയറിൻ്റെ കൂടെ യൂസ് ഓഫ് മൈക്രോസ്കോപ്പ് ബണ്ടിൽഡ് ആണ്. സോ അത് നമ്മൾ പിന്നെയും ആഡ് ഓൺ കോഡ് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ഓപ്ഷൻ ഡിയിൽ ഓൺലി വൺ സർജൻ ക്യാൻ ബിൽ ആഡ് ഓൺ കോഡ് വിത്ത് മോഡിഫയർ 62. അത് റോങ് ആണ്. കാരണം രണ്ട് സർജൻസും മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഡ് ഓൺ കോഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 62 ഉള്ളതുകൊണ്ട് ആഡ് ഓൺ കോഡ് കൊടുക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ ആഡ് ഓൺ കോഡിൻ്റെ കൂടെ 62 കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. So next question, which is a common mistake in reporting modifier 62? Option A, both surgeons billing the same CPT with the modifier 62.
Option B, using modifier 62 when an assistant surgeon is appropriate. Option C, providing detailed documentation of distinct surgical roles. Option D, reporting add-on codes without modifier 62. അപ്പോൾ ഇവിടെ പറയുന്നത് മെയിനായിട്ട് വരുന്ന മോഡിഫയർ 62 യൂസ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സ് ആണ്. അത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ബിയിലാണ്. ബിക്കോസ് ഒരു അസിസ്റ്റൻസ് ആണ്. മോഡിഫയർ 80 അല്ലെങ്കിൽ 81 കൊടുക്കേണ്ട സ്ഥലത്ത് 62 യൂസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. അതായത് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് ബോത്ത് സർജൻസും പ്രൈമറി പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ ഒരാൾ മെയിൻ സർജനും ഒരാൾ അസിസ്റ്റൻറ്റ് സർജനും ആണ് എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരാൾക്ക് 62 മറ്റേ ആൾക്ക് 80 കൊടുക്കേണ്ട സിറ്റുവേഷനിൽ നമ്മൾ രണ്ടാൾക്കും 62 കൊടുക്കുക. രണ്ടാളും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ ആണ് എന്ന് കരുതി കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. രണ്ടുപേരും ക്ലിയർലി പ്രൈമറി പ്രൊസീജിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് തന്നെയായിരിക്കണം പെർഫോം ചെയ്തിട്ടുണ്ടാവുക. ഒരാൾ മെയിനും ഒരാൾ അസിസ്റ്റൻസും ആണെങ്കിൽ നമുക്ക് അവിടെ 62 രണ്ടുപേർക്കും കൊടുക്കാൻ പാടില്ല. So in order to conclude, incorrect use of modifier 62 എന്ന് പറയുന്നത്, first one, using it when one surgeon is just assisting. Second one, using it for separate procedures performed by two surgeons. Third one, using it for a procedure not eligible for modifier 62. Fourth one, using it when documentation does not clearly show distinct operative portions. അപ്പോൾ ഒരാൾ മെയിനും ഒരാൾ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 62 യൂസ് ചെയ്യുന്നത് ഇൻകറക്റ്റ് യൂസ് ആണ്. അതുപോലെ ഒരേ ടൈമിൽ രണ്ട് സർജൻസ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ 62 യൂസ് ചെയ്യുന്നത് ഇൻകറക്റ്റ് ആണ്. അതുപോലെ പ്രൊസീജിയേഴ്സ് 62 മോഡിഫയറിന് എലിജിബിൾ അല്ലാത്ത സ്ഥലത്ത് മോഡിഫയർ 62 കൊടുക്കുന്നതും ഇൻകറക്റ്റ് ആണ്. അതുപോലെ ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർലി അവർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയർ ആണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 62 യൂസ് ചെയ്യാൻ പാടില്ല. So next modifier 66 ആണ്, that is surgical team. When a team of surgeons, 3 or more, works together to complete a procedure reported using a single CPT code. So ഇവിടെ modifier 66 എന്ന് പറയുന്നത് സർജിക്കൽ ടീമാണ്. സോ സർജിക്കൽ ടീം എന്ന് പറയുന്നത് will consist of 3 or more surgeons ആണ്. അതായത് രണ്ടല്ല, രണ്ടിൽ കൂടുതൽ, അതായത് 3 ആവാം 4 ആവാം, അങ്ങനെ 3 or more സർജൻസ് ഒരുമിച്ച് ഒരു പ്രൊസീജിയറിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ്. അതും നമുക്ക് അവർക്ക് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ CPT കോഡായിരിക്കും. അതായത് ആ ഒരു സിംഗിൾ പ്രൊസീജിയർ ആയിരിക്കും എല്ലാവരും കൂടി ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ മോഡിഫയർ 66 യൂസ് ചെയ്യുന്നത് in order to show that there are more surgeons. Okay. So when to use modifier 66 നോക്കുകയാണെങ്കിൽ, first one, when a team of surgeons, more than 2, often multiple specialties, work together during the entire procedure. ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയറിലും ടീം ഓഫ് സർജൻസ്, അതായത് മോർ ദാൻ 2 സർജൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് ഒരുമിച്ച് ആ ഒരു എൻറ്റയർ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ 66 യൂസ് ചെയ്യുക. Next one, the procedure is highly complex, risky or lengthy. Example, multi-organ transplant, conjoined twin separation. So highly complex, risky അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഉള്ള ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, കൺജോയിൻറ്റ് ട്വിൻ സെപ്പറേഷൻ, ഇങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ വരുമ്പോഴാണ് മോർ ദാൻ 2 സർജൻസ് ഒരുമിച്ച് നിന്ന് ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ സിനാരിയോയിൽ നമ്മൾ ഓരോ സർജൻസിനും മോഡിഫയർ 66 കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഈച്ച് സർജൻ കോൺട്രിബ്യൂട്ട്സ് എസെൻഷ്യൽ എക്സ്പെർട്ടൈസ് ആസ് പാർട്ട് ഓഫ് എ കോർഡിനേറ്റഡ് ടീം എഫേർട്ട്. അപ്പോൾ ഒരു കോർഡിനേറ്റഡ് ടീം എഫേർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോ സർജൻസും അവരുടേതായ നീഡഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഈ ഒരു പ്രൊസീജിയറിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ, ദ കോഡ് ഇസ് ലിസ്റ്റഡ് ആസ് എലിജിബിൾ ഫോർ ടീം സർജറി, നോട്ട് ഓൾ കോഡ്സ് ആർ. അപ്പോൾ സർട്ടൻ കോഡുകൾ ടീം സർജറിക്ക് എലിജിബിൾ ആയിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ മാത്രമേ 66 യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് സർജൻ റിപ്പോർട്ട്സ് ദ സെയിം CPT കോഡ് വിത്ത് മോഡിഫയർ 66. അപ്പോൾ 3 സർജൻ ഉള്ളപ്പോൾ 3 പേരും സെയിം CPT കോഡ്, ഏത് പ്രൊസീജിയറാണോ ആ കോഡ് റിപ്പോർട്ട് ചെയ്യുക.
ഓരോരുത്തരും 66 വെച്ചിട്ട് അപ്പൻഡ് ചെയ്യുക. സോ അങ്ങനെയാണ്. ഇനി 4 സർജൻസ് ഉണ്ടെങ്കിൽ 4 പേരും CPT കോഡ് കൊടുക്കുക, 66 കൊടുക്കുക. എക്സാമ്പിൾ നോക്കാം. ലിവർ ട്രാൻസ്പ്ലാന്റ് വെയർ ജനറൽ സർജൻ, ഹെപ്പറ്റോളജിസ്റ്റ്, വാസ്കുലർ സർജൻ ആൻഡ് പ്ലാസ്റ്റിക് സർജൻ വർക്ക് സൈമൾട്ടേനിയസ്ലി. സോ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതിലൊരു ജനറൽ സർജനും ഹെപ്പറ്റോളജിസ്റ്റും വാസ്കുലർ സർജനും പ്ലാസ്റ്റിക് സർജനും ഒരേ ടൈമിൽ സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഓരോരുത്തർക്കും CPT ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കോഡിൻ്റെ കൂടെ 66 മോഡിഫയറും അപ്പൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വെൻ നോട്ട് ടു യൂസ് മോഡിഫയർ 66 നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ്, വെൻ ഓൺലി 2 സർജൻസ് ആർ വർക്കിംഗ് ടുഗെദർ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 62 ആണ് യൂസ് ചെയ്യുക. 2 സർജൻ ഉള്ളപ്പോൾ 3 ഓർ മോർ ദാൻ 3 സർജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 66 കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, വെൻ എ സർജൻ ഇസ് ഓൺലി അസിസ്റ്റൻറ്റ് സർജൻ ആണ്, അതായത് 3 പേരുണ്ട്. ഫസ്റ്റത്തെ ആൾ ഒരു മെയിൻ സർജൻ, പിന്നെ ഒരാൾ അസിസ്റ്റൻറ്റ്, ഒരാൾ ഒരു റെസിഡൻറ്റ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 66 കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, വെൻ ദ സർജറി ഡസ് നോട്ട് റിക്വയർ എ ടീം അപ്രോച്ച്, ഒരു സർജറിക്ക് ടീം അപ്രോച്ച് ആവശ്യമില്ലെങ്കിൽ നമ്മളവിടെ 66 അപ്പൻഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, വെൻ സർജൻസ് പെർഫോം ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ്, നോട്ട് എ ജോയിൻറ്റ് ടീം പ്രൊസീജിയർ, സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കണം ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് സെയിം സെഷനിൽ ചെയ്തു എന്ന് വെച്ച് മോഡിഫയർ 66 അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, വെൻ ഡോക്യുമെൻറ്റേഷൻ ഡസ് നോട്ട് ജസ്റ്റിഫൈഡ് ദ നീഡ് ഫോർ സർജിക്കൽ ടീം, അപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സർജിക്കൽ ടീമിൻ്റെ ആവശ്യം അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ 66 യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഒരു ക്യുക്ക് ടിപ്പ് നോക്കാം. 66 എന്ന് പറയുന്നത് ഈക്വൽസ് ടീമാണ്. 3 ഓർ മോർ സർജൻസ്, യൂഷ്വലി ഫ്രം മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഓൾവേസ് ചെക്ക് ഇഫ് ദ CPT കോഡ് അലൗസ് മോഡിഫയർ 66. നെക്സ്റ്റ് വൺ, ഡോക്യുമെൻറ്റേഷൻ മസ്റ്റ് ഡിസ്ക്രൈബ് ടീം അപ്രോച്ച്, ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർ ആയിട്ട് ടീം അപ്രോച്ചിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ നമ്മൾ മോഡിഫയർ അപ്പൻഡ് ചെയ്യാൻ പോകുന്ന CPT കോഡ് ആ ഒരു മോഡിഫയർ അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് സിനാരിയോ, എ ന്യൂറോ സർജൻ, ഓർത്തോപെഡിക് സർജൻ ആൻഡ് വാസ്കുലർ സർജൻ ഓപ്പറേറ്റ് ടുഗെദർ ഓൺ എ കോംപ്ലെക്സ് സ്പൈനൽ ട്യൂമർ റിമൂവൽ. അപ്പോൾ ഇവിടെ ഒരു ന്യൂറോ സർജൻ ഉണ്ട്, ഓർത്തോപെഡിക് സർജൻ ഉണ്ട്, വാസ്കുലർ സർജൻ ഉണ്ട്. എല്ലാവരും കോംപ്ലെക്സ് സ്പൈനൽ ട്യൂമറിൻ്റെ റിമൂവലാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈച്ച് റിപ്പോർട്ട്സ് CPT കോഡ് വിത്ത് മോഡിഫയർ 66 ആണ്. സോ സെക്കൻഡ് സിനാരിയോ നോക്കാം. എ കാർഡിയാക് സർജൻ ആൻഡ് വാസ്കുലർ സർജൻ പെർഫോം ഡിസ്റ്റിങ്ക്ട് പാർട്ട് ഓഫ് ആൻ അയോർട്ടിക് റിപ്പയർ. സോ ഒരു അയോർട്ടിക് റിപ്പയർ എന്നുള്ള പ്രൊസീജിയറിൻ്റെ ഡിസ്റ്റിങ്ക്ട് പാർട്സ് ആണ് ഒരു കാർഡിയാക് സർജനും വാസ്കുലർ സർജനും ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് മോഡിഫയർ 62 ആണ് അപ്രോപ്രിയേറ്റ്, നോട്ട് 66. കാരണം ഇവിടെ 2 സർജൻസ് ആണുള്ളത്, അവർ ഒരേ പ്രൊസീജിയറിൻ്റെ ഡിസ്റ്റിങ്ക്ട് പാർട്സ് ആണ് ചെയ്തിട്ടുള്ളത്. സോ മോഡിഫയർ 62 ആണ് അപ്രോപ്രിയേറ്റ്. സിനാരിയോ 3, എ ജനറൽ സർജൻ ഡസ് ആൻ അബ്ഡോമിനൽ പ്രൊസീജിയർ ആൻഡ് അനദർ അസിസ്റ്റ് ബൈ റിട്രാക്ടിങ്. സോ ഇവിടെ ഒരു മെയിൻ സർജനും പിന്നെ ഒരു അസിസ്റ്റൻറ്റ് സർജനുമാണ്. അവിടെയും നമുക്ക് 66 അപ്രോപ്രിയേറ്റ് അല്ല. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മോഡിഫയർ 66 is used when? ഓപ്ഷൻ എ, 2 surgeons performing distinct portions of the same procedure. സോ ഈ ഓപ്ഷൻ എ റോങ് ആണ്, 2 surgeons മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി, മൾട്ടിപ്പിൾ ഫിസീഷ്യൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് വർക്ക് ടുഗെദർ ആസ് എ സർജിക്കൽ ടീം. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. സി നോക്കുകയാണെങ്കിൽ എ സർജൻ ഓപ്പറേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിസീഷ്യൻ അസിസ്റ്റൻ്റ് ആണ്. ഓപ്ഷൻ ഡി, ആൻ അസിസ്റ്റൻറ്റ് സർജൻ ഹെൽപ്സ് ദ പ്രൈമറി സർജൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. So next question, which is a common mistake when reporting modifier 66? Option A, using it for organ transplant surgeries with multiple surgeons. So multiple surgeons ഉള്ളപ്പോൾ നമുക്ക് ഏതാണ് 66 ആണ് കൊടുക്കുക. അപ്പോൾ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു കോമൺ മിസ്റ്റേക്ക് അല്ല. ഓപ്ഷൻ ബി, അപ്ലൈയിങ് ഇറ്റ് വെൻ ഓൺലി 2 സർജൻസ് ആർ ഇൻവോൾവ്. സോ 2 സർജൻസ് ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ 62 ആണ് കൊടുക്കുക. അപ്പോൾ 66 കൊടുത്താൽ അതൊരു മിസ്റ്റേക്കാണ്. ഓപ്ഷൻ സി, ഡോക്യുമെൻറ്റിംഗ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ടീം മെമ്പേഴ്സ്. ഓക്കെ, അത് ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ. ഓപ്ഷൻ ഡി, റിപ്പോർട്ടിംഗ് കോംപ്ലെക്സ് പ്രൊസീജിയേഴ്സ് റിക്വയറിംഗ് ടീം എഫേർട്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. 2 സർജൻസ് ഉള്ള കേസിൽ മോഡിഫയർ 66 കൊടുക്കുന്നതാണ് ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്.
Next question, modifier 66 is most often used in which category of procedures? Option A, minor dermatological excisions. B, office-based procedures. C, highly complex surgeries such as transplants and cardiac surgery. Option D, simple fracture care. So 66 mostly use ചെയ്യുന്നത് ഓപ്ഷൻ സി, ഹൈലി കോംപ്ലെക്സ് സർജറീസ് സച്ച് എസ് ട്രാൻസ്പ്ലാന്റ്സ് ആൻഡ് കാർഡിയാക് സർജറി ആണ്. അപ്പോൾ ഹൈലി കോംപ്ലെക്സ് സർജറീസിലായിരിക്കും 3 or more സർജൻസ് ടുഗെദർ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു സിനാരിയോയിലാണ് നമ്മൾ മോഡിഫയർ 66 യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടു കൺക്ലൂഡ്, ഇൻകറക്റ്റ് യൂസ് ഓഫ് മോഡിഫയർ 66 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, യൂസിങ് ഇറ്റ് ഫോർ ഓൺലി 2 സർജൻസ് ആണ്. സെക്കൻഡ് വൺ, യൂസിങ് ഇറ്റ് വെൻ എ സർജൻ ഇസ് ജസ്റ്റ് അസിസ്റ്റിംഗ്. തേർഡ് വൺ, യൂസിങ് ഇറ്റ് ഫോർ മൈനർ ഓർ റുട്ടീൻ സർജറീസ്. നെക്സ്റ്റ് വൺ, യൂസിങ് ഇറ്റ് വെൻ ഡോക്യുമെൻറ്റേഷൻ ഡസ് നോട്ട് ക്ലിയർലി ഷോ ടീം ബേസ്ഡ് സർജറി ആണ്. സോ ഈ പോയിൻറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ അത് ഇൻകറക്റ്റ് യൂസ് ഓഫ് മോഡിഫയർ 66 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മെയിൻ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ മോഡിഫയർ 2 സർജൻസ് ആണ് ഡിസ്റ്റിങ്ക്റ്റ് പാർട്ട് ഓഫ് ദ സെയിം CPT, അതായത് സെയിം പ്രൊസീജിയറിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പാർട്സ് 2 സർജൻസ് ചെയ്യുമ്പോഴാണ്. 66 ആകുമ്പോൾ സർജിക്കൽ ടീമായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് 3 or more ആയിരിക്കണം. ഓക്കെ, സർജൻസ് ആയിരിക്കണം വർക്കിംഗ് ടുഗെദർ ത്രൂ ഔട്ട് ദ സെയിം CPT, സെയിം പ്രൊസീജിയറിൽ ത്രൂ ഔട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. 62-ൽ ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടാവണം. 66-ൽ സൈമൾട്ടേനിയസ് ടീം എഫേർട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ 62-ൽ കോംപ്ലെക്സ് ബട്ട് 2 സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും. കോംപ്ലെക്സ് പ്രൊസീജിയർ 2 സ്പെഷ്യാലിറ്റീസ് നിന്നുള്ളവരായിരിക്കും പെർഫോം ചെയ്യുന്നത്. മോഡിഫയർ 66 വേണമെങ്കിൽ ഹൈലി കോംപ്ലെക്സ് ആയിരിക്കണം, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്നുള്ള സർജൻസ് ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മോഡിഫയർ 62 ആൻഡ് 66 ഇസ് എ, മോഡിഫയർ 62 equals 2 surgeons, 66 equals surgical team of several surgeons. That is correct. B നോക്കുകയാണെങ്കിൽ മോഡിഫയർ 62 equals surgical team, 66 equals only 2 surgeons. That is wrong. തിരിച്ചാണ്. ഓപ്ഷൻ സി, മോഡിഫയർ 62 equals anesthesia services, മോഡിഫയർ 66 equals operative services. ഓപ്ഷൻ ഡി, മോഡിഫയർ 62 equals assistant surgeon, 66 equals co-surgeon. സോ ഇവിടെ കറക്റ്റ് വരുന്നത് എ ആണ്. 62 2 സർജൻസും 66 എന്ന് പറയുന്ന സർജിക്കൽ ടീം ഓഫ് സെവറൽ സർജൻസും ആണ്. ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. 15 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എയ്തർ എനിക്ക് മെയിൽ ചെയ്യാം, medcoder0907@gmail.com ആണ് മെയിൽ ID വരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡർ സർട്ടിഫൈഡിൽ DM ചെയ്യാം. താങ്ക് യു. Hope the video is helpful. If you feel the video is helpful, please do like, share and subscribe. Also, for more videos, please do comment below. നിങ്ങൾക്ക് വേണ്ടുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.